യിൽ നിന്ന് മാറ്റുന്നതിനിടെയാണ് മരണം സംഭവിച്ചതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. എം എസ് അനീഷ് കുമാർ തുടരാം. തീർച്ചയായും എന്തായാലും അതേക്കുറിച്ചൊരു വ്യക്തത ഇനി കൈവരാനുണ്ട്. അതിൽ നമുക്ക് കൃത്യമായ വിവരങ്ങൾ ശേഖരിക്കണം. പ്രിൻസിപ്പൽ അടക്കമുള്ള ആളുകൾ ഈ OP രജിസ്റ്ററുകളും ഈ ആശുപത്രിയിൽ ചികിത്സയുമായി ബന്ധപ്പെട്ട രേഖകളൊക്കെ പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ വലിയ ഒരു ജോലിയാണ്. കാരണം ഈ 6-7 നില വരുന്ന കെട്ടിടത്തിന്റെ ഓരോ നിലയിലും രോഗികളുണ്ടായിരുന്നു. ഒരുപാട് അടിയന്തര ചികിത്സ ICU അടക്കമുള്ള ആളുകൾ, വെന്റിലേറ്റർ സൌകര്യത്തോടുകൂടി ജീവൻ നിലനിർത്തുന്ന ആളുകൾ, കാർഡിയോളജി വിഭാഗം, ന്യൂറോ വിഭാഗം, അന്നങ്ങനെ എല്ലാ വിധത്തിലുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗവും പ്രവർത്തിച്ചു വന്നിരുന്ന ഒരു ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തെക്കുറിച്ചുള്ള വളരെ വിശദമായ പരിശോധനകൾ നടക്കുന്നു. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും പോലീസ് ഉദ്യോഗസ്ഥരുമൊക്കെ പൂർണ്ണമായും ഈ മുറികൾക്കുള്ളിലേക്ക് പോയി ആരെങ്കിലുമൊക്കെ ഉള്ളിൽ അവശേഷിക്കുന്നുണ്ടോ എന്നത് സംബന്ധിച്ച കൃത്യമായ പരിശോധന നടത്തി, പലവട്ടം പരിശോധന നടത്തിയെന്നാണ് നേരത്തെ അധികൃതർ വ്യക്തമാക്കിയത്. ഈ ബാത്റൂമുകൾക്കുള്ളിൽ ഒപ്പം ഈ ലിഫ്റ്റ് പോലുള്ള സൌകര്യങ്ങളിൽ ഒക്കെ ആളുകളുണ്ടോ എന്ന പരിശോധന. കാരണം ഈ അപകടത്തെ തുടർന്ന് അപ്പോൾ തന്നെ ഇവിടേക്കുള്ള വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചിരുന്നു. വളരെ വിശാലമായ ഒരു കെട്ടിടമാണ്. അതുകൊണ്ട് ആ കെട്ടിടത്തിന്റെ എല്ലാ ഇടങ്ങളും പരിശോധിച്ച് നോക്കുക തന്നെ സമയമെടുക്കുന്ന കാര്യങ്ങളാണ്. എന്തായാലും അക്കാര്യങ്ങളൊക്കെ പൂർണ്ണമായും പരിശോധിച്ച് കഴിഞ്ഞിരിക്കുന്നു. മറ്റ് ആളുകൾ ഇവിടില്ല. ന്യൂറോ വിഭാഗത്തിൽ മാറ്റാൻ കഴിയാത്ത ചില രോഗികളുണ്ടാവുന്നു. അവരെ മാറ്റുന്ന കാര്യത്തെക്കുറിച്ച് നേരത്തെ ചില ആശങ്കകൾ ഉണ്ടായിരുന്നുവെങ്കിലും അവരെയും പൂർണ്ണമായി മാറ്റിയിരിക്കുന്നു. അതായത് ഈ കെട്ടിടം പൂർണ്ണമായി തന്നെ ഇതിനകം ഒഴിപ്പിച്ച് കഴിഞ്ഞിരിക്കുന്നു എന്നാണ് അധികൃതർ വ്യക്തമാകുന്നത്. ഒപ്പം ഈ തീപിടുത്തം നിയന്ത്രണ വിധേയമായിരിക്കുന്നു. ഈ കെട്ടിടത്തിനുള്ളിൽ നിന്നും പുക പൂർണ്ണമായി കളയാൻ സാധിച്ചിട്ടുണ്ട് എന്നും അധികൃതർ പറയുന്നു. ഒപ്പം ഈ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് അടിയന്തര ചികിത്സയ്ക്കായി കൊണ്ടുവരേണ്ട രോഗികളെ താൽക്കാലികമായി ബീച്ച് ആശുപത്രിയിൽ എത്തിക്കണമെന്ന നിർദ്ദേശം നൽകുന്നുണ്ട്. ഒപ്പം തീപിടുത്തത്തെക്കുറിച്ചുള്ള വളരെ വിശദമായ അന്വേഷണങ്ങൾ നടത്തുമെന്നും അറിയിക്കുന്നു. നിങ്ങളൊക്കെ ഇവിടെ ഉള്ള ആൾക്കാരാണോ ചേട്ടാ? ഇല്ല, ആരുമില്ല. ഞങ്ങള് ഇതിലങ്ങനെ ഒരാള് സുഹൃത്ത് മരിച്ചിരുന്നു. മരിച്ചത് കാണാൻ വേണ്ടി ഇങ്ങനെ പോയപ്പോ ഇവിടെ രോഗിണിയായിട്ട് ഓടുന്നു ആളുകളല്ല. അന്നേരം ഇവിടെ കയറി നോക്കിയപ്പോ എല്ലാരും ഇവിടെ വന്ന് നിൽക്കണു. വലിയ പുകയായിരുന്നു. നല്ലൊരു തെറ്റില്ലാത്ത പുക. അന്നേരം ചെറിയൊരു മഴയുണ്ട്. ഇവിടെ ആളുകളൊക്കെ ഉണ്ടായിരുന്നവർ, ആ ഘട്ടത്തിൽ തന്നെ വന്ന ആളുകളൊക്കെ ഉണ്ട്. അവരൊക്കെ എന്താണ് അപ്പോൾ സംഭവിച്ചത് എന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. എന്തായാലും വലിയ ആശങ്കയാണ് ഈ രോഗികളുടെ ബന്ധുക്കൾക്കും മറ്റുമൊക്കെ ഉള്ളത്. ഒപ്പം ഈ ആശുപത്രി ചെലവുകളെക്കുറിച്ചുള്ള ആശങ്കകളുമുണ്ട്. കാരണം ഈ 30ഓളം പേര് വിവിധ സ്വകാര്യ ആശുപത്രികളായി ചികിത്സയിൽ പ്രവേശിപ്പിച്ചവരുണ്ട്. അവരുടെ ആരോഗ്യനില സംബന്ധിച്ച വിവരങ്ങൾ ശേഖരിച്ചു വരുന്നതേ ഉള്ളൂ. അവരുടെ ചികിത്സാ ചെലവുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തതയും സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവണമെന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. കാരണം സ്വകാര്യ ആശുപത്രിയിൽ ചെലവേറിയ ചികിത്സാ ക്രമങ്ങളുണ്ടാവും. ഈ ICUയിലും വെന്റിലേറ്റർ സഹായത്തോടുകൂടിയൊക്കെ ജീവൻ നിലനിർത്തിയ ആളുകൾക്ക് അതേ സഹായം അത്തരം ആശുപത്രികളിലും നൽകേണ്ടി വരും. അതുകൊണ്ട് അത്തരം ഇടങ്ങളിലുള്ള ഈ ചികിത്സയ്ക്കുള്ള ചെലവുകൾ സർക്കാർ നൽകണമെന്ന് ആളുകൾ ആവശ്യപ്പെടുന്നുണ്ട്. എന്തായാലും മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പളുമൊക്കെ ബന്ധപ്പെട്ടപ്പോൾ ഇത്തരം ഒരു ഓഡിറ്റ് ഇപ്പോൾ തന്നെ നടത്തുന്നുണ്ട്. അതായത് ഈ ആശുപത്രിയിൽ നിന്നും ചികിത്സയ്ക്കായി 3 പേരുടെ മരണവുമായി ബന്ധപ്പെട്ട് ടി സിദ്ദിഖിന്റെ വിശദീകരണം വന്നിട്ടുണ്ട്. അതിലേക്ക് മെഡിക്കൽ കോളേജിലെ ഇവിടെയുണ്ടായ അതിദാരുണമായ എമർജൻസി കാഷ്വാലിറ്റിയിലുണ്ടായിട്ടുള്ള ഈ തീപിടുത്തത്തിൽ 3ഓളം ആളുകൾ മരിച്ചു എന്നുള്ള വാർത്തയാണ് പുറത്തുവരുന്നത്. അതിലൊന്ന്, ഞാനിപ്പോ നസീറ എന്ന് പറയുന്ന 44 വയസ്സുള്ള ഒരു ലേഡി, അവർ കൽപ്പറ്റ നിയോജകമണ്ഡലത്തിലെ മേപ്പാടി ഗ്രാമപഞ്ചായത്തിലാണ് അവർ താമസിക്കുന്നത്. അവർ നേരത്തെ മാനസികമായ ഒരു പ്രയാസവും വിഷമവും ഒക്കെയായി അവരിവിടെ ഒരു പേഷ്യന്റായി വന്നതിന് ശേഷം അവർ വെന്റിലേറ്ററിലായിരുന്നു. പോയിസണിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. ആ വെന്റിലേറ്ററിൽ നിന്ന് ഈ തീ കത്തിയ സമയത്ത് എടുത്ത് ഓടിയ സമയത്ത് മരണപ്പെട്ട് ഇപ്പോൾ 1-ാം വാർഡിലാണ് ബോഡിയുള്ളത്. ഞാൻ 1-ാം വാർഡിൽ പോയി ബോഡി കണ്ടു. കുടുംബങ്ങളുമായി ഇപ്പോൾ സംസാരിച്ചു. അവര് ഈ കാര്യങ്ങളെല്ലാം തന്നെ ഷെയർ ചെയ്യുകയുണ്ടായി. അപ്പൊ ഇവിടെ നിന്ന് തീപിടുത്തത്തെ തുടർന്ന് കൊണ്ടുപോകുന്ന സമയത്ത് വെന്റിലേറ്ററിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന സമയത്താണ് ഈ ദാരുണമായിട്ടുള്ള മരണം സംഭവിച്ചത് എന്നുള്ളത് പറയുന്നു. അടിയന്തരമായി എമർജൻസി സിസ്റ്റം ക്രമീകരിക്കുകയാണ് ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ അത്യാവശ്യമായി വേണ്ടത്.
എവിടെയാണ് എമർജൻസി ആയി വരുന്ന രോഗികൾ എവിടേക്ക് വരണം എന്നുള്ളത് ഔദ്യോഗികമായി പ്രഖ്യാപിക്കണം എന്ന് നേരത്തെ കളക്ടറോട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ തന്നെ അതൊരു പ്രധാനമായി എടുക്കണം. മറ്റൊന്ന്, ആരൊക്കെ മരിച്ചു, അവരുടെ ഡീറ്റെയിൽസ്, ഏതൊക്കെ ഹോസ്പിറ്റലിലേക്ക് എത്ര പേഷ്യൻസിനെ കൊണ്ടുപോയിട്ടുണ്ട്, അവരൊക്കെ എവിടെയാണ്, അത് സംബന്ധിച്ചതായിരിക്കുന്ന അനിശ്ചിതത്വത്തിന് വിരാമമിടൽ, പുതുതായി വരുന്ന പേഷ്യൻസിനുള്ള സംവിധാനമൊരുക്കൽ, ഇത്രയും കാര്യങ്ങൾ അടിയന്തരമായി ക്രമീകരിക്കണം എന്നുള്ളത് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് അടിയന്തരമായി ക്രമീകരിക്കാനുള്ള സംവിധാനം ചെയ്യും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. മരണവുമായി ബന്ധപ്പെട്ട് ടി സിദ്ദിഖ് MLA വിശദീകരണമാണ് കേട്ടത്. MS അനീഷ് കുമാർ തുടരുന്നുണ്ട്. അനീഷ്, മറ്റാരെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ഗുരുതരാവസ്ഥയിൽ തുടരുന്നതായുള്ള വിശദീകരണങ്ങൾ എന്തെങ്കിലും ലഭിക്കുന്നുണ്ടോ? അതീവ ഗുരുതരാവസ്ഥയിലുള്ള രോഗികൾ ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ അവരുടെ ആരോഗ്യനിലയിൽ എന്തെങ്കിലും ആശങ്കകരമായ സാഹചര്യം നിലവിലുണ്ടോ എന്നത് സംബന്ധിച്ച് ഇപ്പോഴും അധികൃതരുടെ ഭാഗത്തുനിന്നും ഇപ്പോഴും ഒരു വിശദീകരണം ഉണ്ടായിട്ടില്ല. കാരണം ഈ ആശുപത്രി അധികൃതരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് രോഗികൾ ഉണ്ടായിരുന്നു, അതീവ ഗുരുതരാവസ്ഥയിലായ രോഗികളുണ്ടായിരുന്നു, ഒപ്പം വെന്റിലേറ്റർ സഹായത്തിലൂടെയൊക്കെ ജീവൻ നിലനിർത്തുന്ന ആളുകളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അത്തരത്തിലൊരു ഓഡിറ്റിനെ കുറിച്ച് നീങ്ങുന്നുള്ളൂ. എന്നാലും നമുക്കൊപ്പം നാട്ടുകാർ തന്നെ ഉണ്ട്. ചേട്ടാ, ഇത് സംഭവം തുടങ്ങി കുറച്ച് കഴിഞ്ഞു. നമ്മൾ അപ്പുറത്തെ വാർഡിലായിരുന്നു. ആ സമയത്ത് അവിടെ മഴ പെയ്ത് അപ്പോൾ ഒരു മിന്നെറിഞ്ഞിരുന്നു. ആ സമയത്ത് സർക്യൂട്ട് ആവുമെന്ന് വിചാരിച്ചു. അവിടെ 3 പ്രാവശ്യം നമ്മളവിടെ പേഷ്യന്റ് ഉണ്ട്. ഇടിമിന്നൽ സമയത്ത് 3 പ്രാവശ്യം കറണ്ട് വന്നും പോയി വന്നൊക്കെ കളിച്ച്. ആ സമയത്ത് ഒരു രോഗിനെ അവിടെ കൊണ്ടുവന്നു. പിന്നെ പിന്നെ കൊറോണ സമയത്തുള്ള പോലെ ആംബുലൻസിന്റെ ഒരു വരവ് കണ്ടപ്പോൾ നമ്മൾ ഓടി വന്നതാണ്. ആ സമയത്ത് നമ്മൾ വന്ന് 2 പേഷ്യന്റിനെ കയറ്റി ആംബുലൻസിൽ വിട്ടു. പിന്നെ 2 ബോഡിയാണ് വന്നത്, ഡെത്ത് ബോഡി മരിച്ചതാ. അത് 2 ഞാൻ തന്നെയാണ് ഇവിടെ തള്ളിയിട്ട്. നമ്മളെ കൂടെ മറ്റുള്ളവരുണ്ട്, പക്ഷെ ഞാനാണ് അവരെ കൂടെയുള്ള ബന്ധുക്കളോട് സംസാരിച്ചപ്പോൾ മരിച്ചിരിക്കുന്നു പറഞ്ഞു. അപ്പൊ അത് 2 കൊണ്ട് മാറ്റിയപ്പോൾ പോലീസ് അവിടെ ഉണ്ട്, പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. ഷിഫ്റ്റ് ചെയ്തപ്പോൾ മരിച്ചതെന്ന് അറിയില്ല, പക്ഷെ നമുക്ക് അങ്ങനെയാണല്ലോ വരുന്നത്. പക്ഷെ ഇവിടെ ആ ബോഡി 2 നമ്മൾ ഇങ്ങോട്ട് മാറ്റി നിർത്തിയിരുന്നു. പക്ഷെ അത് അതിനുള്ളിൽ മുമ്പ് മരിച്ചതാണെങ്കിൽ ശരിക്കും മോർച്ചറിക്ക് പോകേണ്ടതാണ്. പിന്നെ എന്തായാലും ചെറിയ രീതിയിലൊക്കെ ഓക്സിജൻ കൊടുത്തിരിക്കുന്ന പേഷ്യന്റ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മരണപ്പെടും. കാരണം അതിനുള്ളിൽ അത്രയും പുക ഉണ്ടായിരുന്നു. അത് തീർച്ചയായിട്ടും ഉണ്ടാവും. അത് കാരണം എന്തായാലും ബന്ധപ്പെട്ടവര് ബന്ധുക്കൾ എന്തെങ്കിലും പറഞ്ഞായിരുന്നു? ബന്ധുക്കള് ഒന്നും പറഞ്ഞു. കാരണം അവർ ആ സമയത്ത് പിന്നെ അതിന്റെ ഡോക്യുമെന്റ്സ് തരയിലും പിന്നെ അതിന്റെ ഫയലുകൾ തരയിലൊക്കെയാണ്. കുറെ ഫയലുകൾ ഇവിടെ കിട്ടിയതൊക്കെ ഞങ്ങൾ എടുത്തു വെച്ചിരുന്നു. വെള്ളത്തിലൊക്കെ വീണെടുക്കിയിരുന്നു. പിന്നെ സീരിയസ് ഉള്ള ഒരു 3 കേസ് ഉണ്ടായിട്ടുണ്ട്. കുറച്ച് പ്രായമുള്ള ആളുണ്ട്, വേറെ 2-3 വെന്റിലേറ്റർ സൗകര്യമുള്ള. അത് വെന്റിലേറ്റർ സൗകര്യമുള്ള വണ്ടിയിൽ തന്നെ ഇവിടുന്ന് കയറ്റി വിട്ടിട്ടുണ്ട്. അത് ബേബിയിലേക്ക് കൊണ്ടുപോയതുണ്ട്, പിന്നെ മിംസിലേക്ക് കൊണ്ടുപോയതുണ്ട്. അങ്ങനെ പോയിട്ടുണ്ട്. നിങ്ങളുടെ കാഴ്ചയിൽ തന്നെ 2 പേരും മരിച്ചാണ് ഞാൻ കണ്ടതാ. ഇവിടെ തന്നെ നമ്മളവിടെ മയ്യത്ത് ഇവിടെ കൊടുന്ന് നിർത്തിയിട്ടുണ്ട്. ഇവിടെ കൊടുത്തിട്ടാണ് സ്ട്രെച്ചറിൽ നിർത്തിയത്. പിന്നീട് പോലീസ് അതെന്താ പേപ്പറിന്റെ ആവശ്യമുണ്ടെന്ന് ആംബുലൻസിൽ കയറ്റേണ്ട ആവശ്യം, അത് 2 മാറ്റിയിരുത്തി. പിന്നെ നമ്മള് ബുദ്ധിമുട്ടുള്ളവരെയാണ് നമ്മൾ പിന്നെ കൂടുതൽ ശ്രമിച്ചത്. വലിയ പുകയായിരുന്നു ആ സമയത്ത്? അല്ല, ഇതിന്റെ ഉള്ളിൽ പിന്നെ നമുക്കാണ് കയറാൻ പറ്റും. അവിടൊക്കെ നമുക്ക് ഇങ്ങനെ വൊമിറ്റിംഗ് വന്നുകൊണ്ടിരിക്കുന്നു. ആണ്ട് പോകാൻ പറ്റിയിരുന്നില്ല ആ ഭാഗത്ത്. തുടർച്ചയായിട്ട് കൊണ്ടുവന്നുകൊണ്ടായിരുന്നു. എല്ലാ രോഗികളും, ഒരുപാട് രോഗികൾ നമ്മൾ ആംബുലൻസിന്റെ ഒന്നും ഒരു പിന്നെ കുറവുണ്ടായിട്ടില്ല. തുടരെ എല്ലാ സംഘടനകളുടെ ആംബുലൻസുകളും വന്ന് പോലീസിന്റെ എല്ലാവരും അതുപോലെ തന്നെ ബന്ധുക്കള് ഇവിടെ നാട്ടുകാരൊക്കെ കൂടിയിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. പിന്നീട് പിന്നീട് ആദ്യ സമയത്ത് ഒരു ഇത്തിരി പ്രശ്നം തന്നെ ഉണ്ടായിരുന്നു. കാരണം വണ്ടികൾ ഒന്നിച്ച് വന്നതുകൊണ്ട് പിന്നെ ആ ഗേറ്റ് ബ്ലോക്ക് ആയിരുന്നു. അത് പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി തള്ളി തുറന്നിട്ട് പിന്നെ അങ്ങനെ കെട്ടി. ഇതിൽ കൂടി കൊണ്ടുപോകാനുള്ള പ്രയാസം വരവും പോക്കുമായപ്പോൾ അവിടെ തുറന്നിട്ട് ഞങ്ങൾ അത് അടച്ചു കിടക്കുകയാണ്. പക്ഷെ അത് നമ്മൾ തള്ളി തുറന്ന് പിന്നെ അതിൽ കൂടി വിട്ടു ഞങ്ങൾ. അങ്ങനെയുള്ളതൊക്കെ നിങ്ങളൊക്കെ ഇവിടെ തന്നെ ഡെഡ് ബോഡി രണ്ടെണ്ണം ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ തിരക്കാണ്, വണ്ടിന്റെ പ്രായമുള്ള ആളുകളാണോ അതോ? അത്ര പ്രായം പുകയുണ്ടായിരുന്നു ആ സമയത്ത്? പുക അവിടെ നിന്ന് ഇങ്ങനെ കൊണ്ടുപോയി ഷിഫ്റ്റ് ചെയ്ത് തരല്ലേ, എന്നിട്ട് ആൾക്കാരും കൂടെ വാങ്ങുക, ആംബുലൻസ് ഇങ്ങനെ വരിക, കയറ്റുകയാണ് ചെയ്യുന്നത്. ഇതാണ് ഈ മരണം നടന്നതായാണ് ഇപ്പോൾ നാട്ടുകാരും സ്ഥിരീകരിക്കുന്നത്. നമുക്ക് ഉദ്യോഗസ്ഥരിലേക്ക് തന്നെ പോകാം. അതില് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്കല്ല, അതൊക്കെ നമ്മൾ പ്രിൻസിപ്പാളായിട്ട് സംസാരിക്കും കേട്ടോ. ശരി, എല്ലാം നിയന്ത്രണം ഇത് ഇല്ല. നമ്മൾ പറഞ്ഞ പേഷ്യൻസിനെയൊക്കെ നമ്മൾ ഇവിടുന്ന് ബീച്ച് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. കുറച്ച് പേഷ്യൻസ് സ്വമേധയാ നമ്മൾ സ്വകാര്യ ഹോസ്പിറ്റലിലേക്ക് പോയിട്ടുണ്ട്. അതിന് അവിടെയുള്ള പേഷ്യൻസിനെ നമ്മൾ ഓൾറെഡി നമ്മൾ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്നുള്ള രീതിയിൽ. ബീച്ചിൽ നമ്മളിപ്പം ഇവിടുത്തെ ഡോക്ടേഴ്സും ഉള്ള സ്റ്റാഫുകളൊക്കെ നമ്മൾ അങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. അവിടെ നിന്ന് നമ്മൾ ഇവിടെ മെഡിക്കൽ കോളേജിന്റെ കാഷ്വാലിറ്റി അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്.
ചെലവുകളൊക്കെ അല്ല അതൊക്കെ നമ്മളല്ല അതൊക്കെ ഗവൺമെന്റും കാര്യങ്ങളും എടുക്കേണ്ട സ്ഥിരം. സഹായമൊക്കെ വേണ്ടി ആ വെന്റിലേറ്റർ സൗകര്യങ്ങളൊക്കെ നമ്മൾ ഇവിടുന്ന് വെന്റിലേറ്റർ ആവശ്യമുള്ള വെന്റിലേറ്റർ ഒക്കെ നമ്മൾ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. 34 രോഗികളെ പുറത്തേക്ക് മാറ്റിയിട്ടുണ്ട്. 34 രോഗികൾ ഈ ബ്ലോക്ക് നമ്മൾ മാറ്റി. ബാക്കിയുള്ള രോഗികളൊക്കെ ഈ ഹോസ്പിറ്റലിൽ തന്നെ ഉണ്ട്, മറ്റു വാർഡുകളിലേക്ക് മാറ്റി. ആകെ എത്ര രോഗികളാണ് മാറ്റിയിട്ടുള്ളത് ഈ ബ്ലോക്കിൽ നിന്ന്? അതൊക്കെ നിങ്ങൾ പ്രിൻസിപ്പളായിട്ട് സംസാരിക്കും. ഞാൻ ഡി പി എം എന്നുള്ള എനിക്ക് ഇവിടെ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ എനിക്ക് അറിയാൻ പറ്റുള്ളൂ. മറ്റുള്ള ഇന്റേണൽ സാധനമൊക്കെ പ്രിൻസിപ്പളായിട്ട് സംസാരിക്കും. ഇതാണ് നേരത്തെ ടി സിദ്ദിഖ് MLA ഉന്നയിച്ച ആരോപണങ്ങൾ. അത് ശരിവെക്കുന്ന രീതിയിൽ തന്നെയാണ് നേരത്തെ ദൃക്സാക്ഷിയായ ആൾ നമ്മോട് പറഞ്ഞത്. അദ്ദേഹം തന്നെ 2 പേരെ മരിച്ച് പുറത്തേക്ക് ഇറങ്ങുന്നത് കണ്ടു എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. അതായത് മരണസംഖ്യ ഉണ്ട്, അല്ലെങ്കിൽ ഈ വയനാട്ട് സ്വദേശിനിയായ സ്ത്രീക്കൊപ്പം മറ്റ് 2 പേർ കൂടി മരിച്ചു എന്ന്, നസീറക്കൊപ്പം മരിച്ചു എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. പക്ഷേ അത് മാത്രമാണോ, അതിൽ കൂടുതൽ ആളുകൾ ഉണ്ടോ എന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഇവിടെ ഉണ്ടായിരുന്നോ? ഇല്ല, ഞാൻ പിന്നെ വന്ന ഈ മരിച്ചെന്ന് പറയുന്ന സമയത്തുണ്ടായിരുന്നു? ഇല്ല ആരാകും. എന്തായാലും 3 പേർ മരിച്ചു എന്നാണ് ടി സിദ്ദിഖ് MLA പറഞ്ഞിരിക്കുന്നത്. ഒരു ഔദ്യോഗിക സ്ഥിരീകരണം ഇക്കാര്യത്തിൽ വേണം. പക്ഷേ ഇവിടെ രക്ഷാപ്രവർത്തനത്തിനായി ആദ്യ സമയത്തെത്തിയ സമീപത്തുള്ള വാർഡുകളിൽ ഉണ്ടായിരുന്ന ആളുകൾ പറയുന്നത് 2 മൃതശരീരങ്ങൾ അവർ പുറത്തേക്ക് ഇറക്കുന്നത് കണ്ടു. അവരുടെ ഒപ്പം കൂട്ടിരിപ്പുകാർ അല്ലെങ്കിൽ ബന്ധുക്കളടക്കം ഉണ്ടായിരുന്നുവെന്നും പറയുന്നു. എന്തായാലും അത് ഈ മരിച്ച് എത്തിച്ച ആളുകളാണോ, അത് ചികിത്സയിലിരുന്ന ആളുകളാണോ, അല്ലെങ്കിൽ ഈ വെന്റിലേറ്റർ സഹായത്തോടെയൊക്കെ ചികിത്സിച്ചിരുന്ന ആളുകൾ പുറത്തേക്ക് മാറ്റിയപ്പോൾ ഉണ്ടായ മരണമാണോ എന്നത് സംബന്ധിച്ചൊക്കെയുള്ള വിശദീകരണം തേടണം. ഇക്കാര്യത്തിൽ ആശുപത്രി അധികൃതർ വൈകാതെ വ്യക്തത വരുത്തും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്.